വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി. വി ഡി സതീശനാണ് മതനിരപേക്ഷ രാഷ്ട്രീയ പോരാട്ടം നയിച്ചത്. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ വിജയത്തിന്റെ തിളക്കം കിട്ടുപോകുമെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് ചെലവ് കൂടി ഉണ്ടാകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ നാസർ ഫൈസി കൂടത്തായി. എസ് വിനീഷ് കുമാർ ചേരുന്നു തിരുവനന്തപുരത്ത്. വിനീഷ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. എന്തായാലും വി ഡി സതീശന് വേണ്ടി തെരുവിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ സമസ്തയുടെ നേതാവായ മുഷാവറ അംഗമായ നാസർ ഫൈസി കൂടത്തായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം, മതേതര ചേരിയെ ശക്തിപ്പെടുത്തുന്നതിന് എന്തുകൊണ്ടും വി ഡി സതീശന് മാത്രമായിരിക്കും കഴിയുക. കാരണം കഴിഞ്ഞ 10 വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എമ്മിനുണ്ടായിരിക്കുന്ന അപജയങ്ങളെല്ലാം തന്നെ തുറന്നു കാണിക്കുന്നതിനും അതിൻ്റെ സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു മതേതര പക്ഷത്തു നിന്നുള്ളൊരു വ്യതിചലനത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കാനും കഴിഞ്ഞത് വി ഡി സതീശനാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണം. അങ്ങനെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പോകേണ്ടതുണ്ട്. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് ദോഷം ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ കെ സി വേണുഗോപാൽ എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ട ആളാണ്, ഇത് മൊത്തം നയിക്കേണ്ട ആളാണ്. അദ്ദേഹമല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആവേണ്ടത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചെലവും, ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ചെലവ് കൂടി വഹിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇങ്ങനൊരു സാഹചര്യത്തിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കേണ്ടതുണ്ട് കോൺഗ്രസ് എന്നാണ് പറയുന്നത്. ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണെങ്കിൽ പോലും ജനങ്ങളുടെ ജനഹിതം മനസ്സിലാക്കണം. ജനപിന്തുണയുള്ള ഒരു നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു നീക്കം ഉണ്ടാവണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യമാണ് നാസർ ഫൈസി കൂടത്തായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. വിനീഷ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.